ചെസ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആക്രമണാത്മക ഗെയിമുകളിലൊന്നിലേക്ക് സ്വാഗതം. 1999-ൽ ലോക ചാമ്പ്യൻ ഗാരി കാസ്പറോവും വെസലിൻ ടോബാലോവും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ ലോകത്തെ അമ്പരപ്പിച്ച ഒരു മാസ്റ്റർ പീസ് ജനിച്ചു. തുടർച്ചയായ പീസ് സാക്രിഫൈസുകളും അതിശയകരമായ കോമ്പിനേഷനുകളും കൊണ്ട് കാസ്പറോവ് എങ്ങനെ ഈ ഗെയിം ചരിത്രത്തിൽ ഇടം നേടിയെന്ന് നമുക്ക് ഓരോ നീക്കമായും കാണാം. വൈറ്റ് e4 കളിച്ച് കേന്ദ്രത്തിൽ നിയന്ത്രണം നേടാൻ ശ്രമിക്കുന്നു. ബ്ലാക്ക് d6 കളിച്ച് പിർക്ക് ഡിഫൻസിലൂടെ മറുപടി നൽകുന്നു. തുടർന്ന് d4, നൈറ്റ് c3 എന്നീ നീക്കങ്ങളിലൂടെ വൈറ്റ് ശക്തമായ പാൻ സെന്റർ നിർമ്മിക്കുന്നു. ബ്ലാക്ക് g6ഉം ബിഷപ്പ് g7ഉം കളിച്ച് ഫിയാൻഗറ്റ് ഒരുക്കുന്നു. ക്വീൻ d2ഉം f3യും കളിച്ച് വൈറ്റ് കിങ് സൈഡിൽ കാസിൽ ചെയ്യാതെ ക്വീൻ സൈഡിൽ കാസിൽ ചെയ്യാനുള്ള പദ്ധതിയും ശക്തമായ ആക്രമണത്തിനുള്ള ഒരുക്കവും നടത്തുന്നു. ബ്ലാക്ക് b5 കളിച്ച് ക്വീൻ സൈഡിൽ ആക്രമണം ആരംഭിക്കുകയും കൂടുതൽ സ്ഥലം നേടുകയും ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് e2 കളിച്ച് പീസുകളുടെ വികസനം പൂർത്തിയാക്കുന്നു. തുടർന്ന് ബിഷപ്പ് h6ലേക്ക് എത്തിച്ച് ബ്ലാക്കിന്റെ ശക്തമായ ബിഷപ്പിനെ വെല്ലുവിളിക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ വെട്ടിയെടുക്കുമ്പോൾ വൈറ്റ് ക്വീൻ കൊണ്ട് തിരികെ വെട്ടി ആക്രമണ സമ്മർദ്ദം നിലനിർത്തുന്നു. ബ്ലാക്ക് ബിഷപ്പ് b7ലേക്ക്. തുടർന്ന് a3 കളിച്ച് ഭാവിയിലെ b4 മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്നു. ബ്ലാക്ക് e5 കളിച്ച് കേന്ദ്രത്തിൽ തിരിച്ചടി നൽകുന്നു. ഇപ്പോൾ വൈറ്റ് ലോങ് കാസിൽ ചെയ്ത് രാജാവിനെ സുരക്ഷിതമാക്കുകയും റൂക്കിനെ ആക്രമണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ബ്ലാക്ക് ക്വീൻ e7 കളിച്ച് കാസിലിംഗിന് തയ്യാറെടുക്കുന്നു. വൈറ്റ് രാജാവ് b1ലേക്ക് മാറി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നു. ഒടുവിൽ ബ്ലാക്ക് a6 കളിച്ച് ക്വീൻ സൈഡിൽ പാൻ മുന്നേറ്റത്തിനുള്ള ഒരുക്കം നടത്തുന്നു. വൈറ്റ് നൈറ്റ് c1ലേക്ക് പിൻവലിച്ച് ക്വീൻ സൈഡിലെ പീസുകളെ പുനഃക്രമീകരിക്കുന്നു. ബ്ലാക്ക് ലോങ് കാസിൽ ചെയ്ത് രാജാവിനെ സുരക്ഷിതമാക്കുകയും റൂക്കുകളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വൈറ്റ് നൈറ്റ് b3യിലേക്ക് വികസിപ്പിക്കുന്നു. ബ്ലാക്ക് ex d4 കളിച്ച് കേന്ദ്രത്തിലെ പാവനെ വെട്ടുന്നു. വൈറ്റ് റൂക്ക് കൊണ്ട് d4ൽ തിരിച്ചുവെട്ടി കേന്ദ്രത്തിലെ നിയന്ത്രണം നിലനിർത്തുന്നു. ബ്ലാക്ക് c5 കളിച്ച് റൂക്കിനെ ആക്രമിക്കുകയും കേന്ദ്രത്തിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വൈറ്റ് റൂക്ക് d1ലേക്ക് പിൻവലിക്കുന്നു. തുടർന്ന് ബ്ലാക്ക് നൈറ്റ് b6ലേക്ക് എത്തി പീസുകളുടെ പ്രവർത്തനം ശക്തമാക്കുന്നു. വൈറ്റ് g3 കളിച്ച് ബിഷപ്പിനു വഴി തുറക്കുകയും രാജാവിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് രാജാവ് b8ലേക്ക് മാറുന്നു. ഇപ്പോൾ വൈറ്റ് നൈറ്റ് a5ലേക്ക് ചാടി സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് a8ലേക്ക് പിൻവലിക്കുന്നു. ഒടുവിൽ വൈറ്റ് ബിഷപ്പ് h3യിലേക്ക് വികസിപ്പിക്കുമ്പോൾ ബ്ലാക്ക് d5 കളിച്ച് കേന്ദ്രത്തിൽ ശക്തമായ തിരിച്ചടി നൽകുന്നു. ഇപ്പോൾ വൈറ്റ് ക്വീൻ f4ലേക്ക് എത്തി ചെക്ക് നൽകുന്നു. ബ്ലാക്ക് രാജാവ് a7ലേക്ക് മാറുന്നു. തുടർന്ന് വൈറ്റ് റൂക്ക് e1ലേക്ക് കൊണ്ടുവന്ന് d5ലും e5ലും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ബ്ലാക്ക് d4 കളിച്ച് ആക്രമണം തുടരുന്നു. ഇപ്പോൾ വൈറ്റ് നൈറ്റ് d5ലേക്ക് ചാടി ബ്ലാക്കിന്റെ നിലപാടിന് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ബ്ലാക്ക് നൈറ്റ് കൊണ്ട് ആ നൈറ്റിനെ വെട്ടുന്നു. വൈറ്റ് ഈ പാവൻ കൊണ്ട് തിരിച്ചുവെട്ടി കേന്ദ്രത്തിൽ ശക്തമായ പാവൻ നിലനിർത്തുന്നു. ബ്ലാക്ക് ക്വീൻ d6ലേക്ക് മാറി പ്രതിരോധവും ആക്രമണവും ഒരുപോലെ ലക്ഷ്യമിടുന്നു. വൈറ്റ് റൂക്ക് കൊണ്ട് d4ലെ പാവനെ വെട്ടുന്നു. ബ്ലാക്ക് സി പാവൻ കൊണ്ട് തിരിച്ചുവെട്ടി ഫയൽ തുറക്കുന്നു. തുടർന്ന് വൈറ്റ് റൂക്ക് e7ലേക്ക് കടന്ന് ചെക്ക് നൽകുന്നു. ബ്ലാക്ക് രാജാവ് b6ലേക്ക് മാറുന്നു. ഒടുവിൽ വൈറ്റ് ക്വീൻ d4ലേക്ക് എത്തി വീണ്ടും ചെക്ക് നൽകുന്നു. ബ്ലാക്ക് രാജാവ് a5ലേക്ക് നീങ്ങിക്കൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ഉടൻ തന്നെ വൈറ്റ് b4 കളിച്ച് ചെക്ക് നൽകുന്നു. ബ്ലാക്ക് രാജാവ് a4ലേക്ക് മാറുന്നു. തുടർന്ന് വൈറ്റ് ക്വീൻ c3യിലേക്ക് എത്തുന്നു. ബ്ലാക്ക് ക്വീൻ d5ലെ പാവനെ വെട്ടുന്നു. ഇപ്പോൾ വൈറ്റ് റൂക്ക് a7ലേക്ക് എത്തി ആക്രമണം ശക്തമാക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് b7ലേക്ക് വികസിക്കുന്നു. വൈറ്റ് റൂക്ക് b7ലെ ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് ക്വീൻ c4ലേക്ക് എത്തി തിരിച്ചാക്രമണം നടത്തുന്നു. വൈറ്റ് ക്വീൻ f6ലേക്ക് എത്തി ബ്ലാക്കിന്റെ നൈറ്റിനെ വെട്ടുന്നു. ബ്ലാക്ക് രാജാവ് a3യിലേക്ക് എത്തി വൈറ്റിന്റെ മറ്റൊരു പീസ് വെട്ടിയെടുക്കുന്നു. തുടർന്ന് വൈറ്റ് ക്വീൻ a6ലേക്ക് എത്തി ചെക്ക് നൽകുന്നു. ബ്ലാക്ക് രാജാവ് b4ലേക്ക് നീങ്ങി. ഉടൻ തന്നെ വൈറ്റ് c3 ചെക്ക് നൽകുന്നു. ബ്ലാക്ക് രാജാവ് c3യിലെ പാവനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് ക്വീൻ a1ലേക്ക് എത്തി വീണ്ടും ചെക്ക് നൽകുന്നു. ബ്ലാക്ക് രാജാവ് d2ലേക്ക് മാറുന്നു. തുടർന്ന് വൈറ്റ് ക്വീൻ b2ലേക്ക് എത്തി വീണ്ടും ചെക്ക് നൽകുന്നു. ബ്ലാക്ക് രാജാവ് d1ലേക്ക് മാറുന്നു. ഇപ്പോൾ വൈറ്റ് ബിഷപ്പ് f1ലേക്ക് എത്തി ബ്ലാക്കിന്റെ ക്വീന് നേരെ ആക്രമണം നടത്തുന്നു. ബ്ലാക്ക് റൂക്ക് d2ലേക്ക് എത്തി ക്വീന് തിരിച്ചാക്രമണം നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് വൈറ്റ് റൂക്ക് d7ലേക്ക് എത്തി ബ്ലാക്കിന്റെ റൂക്കിനെ പിൻ ചെയ്യുന്നു. തുടർന്ന് ബ്ലാക്ക് റൂക്ക് വൈറ്റിന്റെ റൂക്കിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലാക്കിന്റെ ക്വീനെ വെട്ടുന്നു. തുടർന്ന് ബ്ലാക്ക് ബി പാവൻ കൊണ്ട് ബിഷപ്പിനെ തിരിച്ചുവെട്ടുന്നു. വൈറ്റ് ക്വീൻ h8ലേക്ക് എത്തി ബ്ലാക്കിന്റെ റൂക്കിനെ വെട്ടിയെടുക്കുന്നു. തുടർന്ന് ബ്ലാക്ക് റൂക്ക് d3യിലേക്ക്. ഇപ്പോൾ വൈറ്റ് ക്വീൻ a8ലേക്ക് മാറി ബ്ലാക്ക് c3 കളിച്ച് സ്വന്തം പാവനെ പ്രമോഷനിലേക്ക് മുന്നോട്ട് നയിക്കുന്നു. ഒടുവിൽ വൈറ്റ് ക്വീൻ a4ലേക്ക് എത്തി വീണ്ടും ചെക്ക് നൽകുന്നു. ഇപ്പോൾ ബ്ലാക്ക് രാജാവ് e1ലേക്ക് മാറുന്നു. വൈറ്റ് f4 കളിച്ച് അവസാന ആക്രമണത്തിനുള്ള ഒരുക്കം പൂർത്തിയാക്കുന്നു.
ബ്ലാക്ക് F5 കളിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും വൈറ്റ് രാജാവ് C1ലേക്ക് സുരക്ഷിതമായി മാറുന്നു. ബ്ലാക്ക് റൂക്ക് D2വിലേക്ക് എത്തി അവസാന പ്രതീക്ഷ നിലനിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ വൈറ്റിന്റെ ആക്രമണം ഇതിനോടകം നിർണായക മുൻതൂക്കം നേടിയിരുന്നു. ഒടുവിൽ വൈറ്റ് ക്വീൻ A7ലേക്ക് നീങ്ങിയതോടെ ബ്ലാക്കിന് ഇനി രക്ഷയില്ല. ഈ അതുല്യമായ കോമ്പിനേഷനിലൂടെ ഗാരി കാസ്പറോവ് അനശ്വരമായ ഒരു വിജയം സ്വന്തമാക്കുന്നു. ചെസ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഗെയിമുകളിൽ ഒന്നായാണ് ഈ മത്സരം ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. കൂടുതൽ ചരിത്രപ്രസിദ്ധമായ ചെസ് ഗെയിമുകളുടെ മലയാളം വിശകലനങ്ങൾക്കായി ചെക്ക്മേറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.